രാജ്യത്തിന്റെ എല്ലാ കണ്ണുകളും ജൂൺ 26-ന് ലോക്സഭയിൽ നടക്കുന്ന ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്കാണ്. ഇവിടെ എന്ത് സംഭവിക്കുമെന്നുള്ള വലിയ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാം തന്നെ TDP ആണ് ഇതിലൊരു ശ്രദ്ധാകേന്ദ്രമാകുന്നത്. കാരണം TDP അവരുടെ നിലപാടിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. സ്പീക്കർ സ്ഥാനം വേണമെന്ന് തന്നെയാണ് അവരുടെ നിലപാട്. ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നായിരുന്നു ഇതുവരെ വാർത്തയെങ്കിൽ അവർ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സ്പീക്കർ സ്ഥാനത്തേക്ക് തങ്ങൾ നിബന്ധന വെക്കുന്നില്ല, നിർബന്ധം പിടിക്കുന്നില്ല എന്ന് TDPയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു. പകരം അമരാവതി, പോളാവാരം ജലസേചന പദ്ധതി തുടങ്ങിയവയ്ക്ക് മുടങ്ങിക്കിടക്കുന്ന ഫണ്ട്, അതായത് കുടിശ്ശിക ഫണ്ട് എത്രയും പെട്ടെന്ന് നൽകണം. ഈ പോളാവാരം ജലസേചന പദ്ധതിയുടെ ഭാഗമായി ഈ കുടിയിറക്കപ്പെട്ടവർക്കുണ്ട്. ആ കുടിയിറക്കപ്പെട്ടവർക്ക് കൂടുതൽ തുക നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ സമഗ്ര വികസനത്തിനായിട്ടൊരു പാക്കേജാണ് ഇപ്പോൾ കേന്ദ്രത്തിന് മുൻപിൽ വെച്ചിരിക്കുന്നത്. സ്പീക്കർ പദവിയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ വലിയ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത് TDP മത്സരിച്ചാൽ തങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് പറഞ്ഞത്. ഏതായാലും മത്സരം ഏതാണ്ട് ഉറപ്പാണ്. പ്രതിപക്ഷ പാർട്ടിയും അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു TDP മത്സരിക്കുന്നില്ല എങ്കിൽ തങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് തന്നെ പറഞ്ഞിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, തന്നില്ലെങ്കിൽ അവിടെയും 2 സ്ഥാനത്തേക്ക് വേണ്ടിയും തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പ്രതിപക്ഷ മുന്നണിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.